ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ അല്ലെങ്കിൽ ഡെഡ്പൂൾ മൂന്നാം ഭാഗം കണ്ടു ഗൈസ്. ഞാൻ 2 ദിവസം അസർബൈജാൻ ബാക്കു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പടം കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ ടിക്കറ്റൊക്കെ എടുത്തതാണ്, IMAX 3D ഒക്കെ എടുത്ത് നല്ല സെറ്റ് ചെയ്ത്. 25-ാം തീയതി ഇവിടെ റിലീസായിരുന്നു, നാട്ടിൽ 26 ആയിരുന്നെങ്കിൽ. ഞാൻ അന്ന് അങ്ങനെ ഹൈപ്പ് ചെയ്തു. ഞാൻ എനിക്കൊന്ന് മാർവലിൻ്റെ ഒരു കുറേ പടങ്ങൾക്ക് ശേഷം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു സിനിമ ഇതായിരുന്നു. അപ്പം അത് പക്ഷേ ഫസ്റ്റ് ഡേ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ന്യൂസ്, റോബർട്ട് ഡൗണി ജൂനിയർ ഈസ് കമ്മിങ് ബാക്ക് ആസ് ഡോക്ടർ ഡൂം. യെസ്, ഫാന്റാസ്റ്റിക് ഫോറിലെ കൊടൂര വില്ലനാണ്. അത് മാത്രമല്ല മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെയും ഒരു കൊടൂര വില്ലനാണ്. സത്യം പറഞ്ഞാൽ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ ഗലാക്ടസ് ആണ്. ഗലാക്ടസ്, ഡോർമാമു, യവന്മാരൊക്കെയാണ് വേറെ ഹൈ റേഞ്ച് പവർ. അപ്പോൾ അവരെയൊക്കെ ഒരു വേറെ ലെവലിൽ വന്ന് നിൽക്കും നമ്മുടെ ഡോക്ടർ ഡൂം. അപ്പോൾ ഡോക്ടർ ഡൂമായിട്ട് ടോണി സ്റ്റാർക്ക് വരുന്നു. മേ ബി എനിക്കറിയത്തില്ല, എനിക്കൊരു വളരെ മിക്സ്ഡ് ഫീലിംഗ് ഉണ്ട്. ഒന്ന്, മാർവലിൽ എന്നെ മനസ്സിലായി, കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ പോയി ഇരിക്കുകയാണ്. നാട്ടുകാരും അവരെ ഈ പറയുന്ന സീരീസും അതൊന്നും ഫോളോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു മെയിൻ ലൈനപ്പൊക്കെ പോയത് തന്നെ ഞാൻ പറയാം. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം, ആ ഒരു എൻഡ് ഗെയിം വെച്ച് തന്നെ ആ ഒരു യൂണിവേഴ്സിനെ അങ്ങ് നിർത്തിയിട്ട് ഡു സംതിങ് എൽസ്. ഞാൻ പറയാം, നമുക്ക് എപ്പോഴും ഈ ഒരു യൂണിവേഴ്സ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് ഞാൻ പറയാം, ഇനിയിപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇവന്മാർ എങ്ങനെയാണ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ബിക്കോസ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് റൂസോ ബ്രദേഴ്സാണ്. അവന്മാർക്ക് പണി അറിയാവുന്നത് കൊണ്ട് ഒരു വിശ്വാസമുണ്ട്. ബിക്കോസ് മരിച്ചുപോയ ടോണി സ്റ്റാർക്കിനെ തിരിച്ച് ഡോക്ടർ ഡൂമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇനിയിപ്പോൾ ടോണി സ്റ്റാർക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലുള്ള ടോണി സ്റ്റാർക്ക് ഡൂമാണെന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷേ മാസ് കൂറണ സമയത്ത് എല്ലാത്തിൻ്റെ കിളി പറക്കാനുള്ള സാധ്യത ഉണ്ട്, എസ്പെഷ്യലി ടോം ഹോളൻ്റെ സ്പൈഡർമാൻ. അപ്പം അതാണ് ഇപ്പോൾ ബിഗസ്റ്റ് ന്യൂസ്. 2026 ഈ പറയുന്ന ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമയും 2027 സീക്രട്ട് വാർസ് ആസ് പെർ കോമിക് ബുക്സ് ഒന്നും ആയിരിക്കില്ല അവരെടുക്കാൻ പോകുന്നത്. പക്ഷേ കോമിക് ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് സീക്രട്ട് വാർസ് വേറെ ലെവലാണ്. അതിൽ മെയിൻ ആൾ സ്പൈഡർമാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവം. അപ്പോൾ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൺ. ഇറ്റ് വാസ് ആൻ അൾട്ടിമേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫ്രം ദ ബിഗിനിങ്. ആ മറ്റേ എൻസിങ്ങിൻ്റെ ബൈ 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 പാട്ട്, എനിക്ക് ഒരുപാട് ഓർമ്മകൾ എനിക്ക് വന്നിടേ. ഞാൻ പണ്ട് സ്കൂളിൽ പാടിയ പാട്ടാണ്. നമ്മളൊക്കെ ഒരു ബോയ് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നല്ല ജില്ലായിട്ടൊക്കെ ഒരു മൈക്കിങ്ങനെ നിന്നിട്ട് നമ്മൾ പാട്ട് പാടൂലേ. അപ്പോൾ അത് മാത്രമല്ല, ഒരു ഭയങ്കര ഹിറ്റ് പാട്ടാണ് അന്നത്തെ കാലത്ത്. ആൻഡ് ആ പാട്ടിൽ നിന്ന് അവരൊരു ടൈറ്റിലൊക്കെ കാണിച്ച് സെറ്റ് ചെയ്ത് പൊളി, അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ അവിടെ നിന്ന് പിന്നെ കയറി പടം പിന്നെ നമ്മൾ സമയമൊന്നും നോക്കണില്ല. ഇത് നിങ്ങൾ തന്നുകൊണ്ടിരുന്നോട്ടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. ആൻഡ് കഥയെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഫിഗർ ഇറ്റ് ഔട്ട്. ആൻഡ് മാൻ, വാട്ട് എ മൂവി, ഫാന്റാസ്റ്റിക് മൂവി. ഞാൻ പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ IMAX-ൽ എല്ലാം വിറകുകൊള്ളി പോലെ ഇരിക്കുന്ന കാണുന്ന ആൾക്കാരോടാണ് ഇരുന്നത്. പക്ഷേ തിയേറ്റർ ഫുള്ളായിരുന്നു. പക്ഷേ ഞാൻ പറയാം, അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരോടെ അല്ല കണ്ടത്. എല്ലാവരും വെരി നൈസ് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന ആൾക്കാരാണ്. ഐ റിയലി വിഷ് നല്ല ഒരു ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റേണ്ട ഒരു പടം. ഇതിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട് മോനെ, ഇല്ല ക്യാമിയോസൊക്കെ ടു ദ പോയിന്റ്. ഞാൻ ഇതൊരു പെർഫെക്റ്റ് നമ്മുടെ 20th സെഞ്ച്വറി ഫോക്സിൻ്റെ പടങ്ങൾക്കുള്ളൊരു പെർഫെക്റ്റ് ട്രിബ്യൂട്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഞാനൊക്കെ കണ്ടു വളർന്നത് എനിക്കൊന്ന് എൻ്റെ ഒരു പ്രായമുള്ളവരൊക്കെ ഈ ഒരു കോമിക് ബുക്ക് ഫാൻസ് ആണെങ്കിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എക്സ്പാൻഡ് എല്ലാ സാധനവും കണ്ടിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ, മറ്റത് വരച്ചത്, എന്തൊക്കെ ചവറ് സൂപ്പർ ഹീറോ എന്ന് താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകും തിയേറ്ററിൽ, അല്ലെങ്കിൽ DVD എടുത്ത് കാണും. ഇതായിരുന്നു നമ്മൾ ഇല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാണ്, ഫോർ ഷുവർ. ബിക്കോസ് നമ്മൾ പരിചയമുള്ള, നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സും അവരൊക്കെ വന്നിട്ട് നമുക്ക് തരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഗംഭീരം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് എണീച്ച് നിന്ന് ഈ തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന് കാണണമെന്നുണ്ടായിരുന്നേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ആൻഡ് ഐ ലവ് ദിസ് മൂവി. ആൻഡ് വൂൾവറൈൻ ആയിട്ട് ഹ്യൂഗ് ജാക്ക്മാൻ, മാൻ, ചില ഇമോഷണൽ സാധനമൊക്കെ ഹ്യൂഗ് ജാക്ക്മാനൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്യണത്. ഞാൻ വിളിച്ചത് ഈ പടത്തിലെല്ലാം ഒരു കംപ്ലീഷനാണ് ഈ പടം. വെറുതെ ഈ ഫൺ ഫോർത്ത് വേൾഡ് ബ്രേക്കിംഗ് കാര്യങ്ങൾ പറയാം, അത് മാത്രമല്ല, ദർ ഇസ് എ ഹാർട്ട് ടു ദിസ് മൂവി ആൻഡ് ഐ ലവ് ദാറ്റ്. ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ഐ തിങ്ക് സ്പൈഡർമാൻ നോ വേ ഹോം, അതിന് ശേഷം
ഒരു മാർവൽ പടം എന്ന് എടുത്ത് പറയാൻ പറ്റിയ സാധനം ഇതാണ്. R-rated ആണ്, നല്ല രീതിയിലുള്ള വെട്ടും കുത്തും കൊലപാതകങ്ങളും കൊണ്ട് തള്ളക്കിയ വിളിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചു പിള്ളേരെയും കൊണ്ട് ഈ പടം പോയി കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഡെഡ്പൂൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി അറിയാവുന്നവർക്ക് കുറച്ചും കൂടി രസം. സത്യം പറഞ്ഞാൽ എനിക്കിനി കാണേണ്ടത് ഡെഡ്പൂൾ സ്പൈഡർമാൻ്റെ ഒരു കോമ്പിനേഷൻ, അത് സൂപ്പറാണ്. അത് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. ഡെഡ്പൂൾ സ്പൈഡർമാൻ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ഈ പടത്തിലൊരു ചെറിയ സാധനം ഹിൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ക്യാമിയോ പോലെ. അയ്യോ മാൻ, എനിക്ക് ആ സാധനം അത് അവർ കുറച്ചും കൂടെ അന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് എനിക്കുണ്ടായിരുന്നേ. പക്ഷെ അവർ 2-3 സെക്കൻഡ് 4 സെക്കൻഡ് എന്തേ അത് കാണിച്ചുള്ളൂ. അതുപോലെ പല ടൈപ്പ് ഓഫ് വൂൾവറൈൻ. എൻ്റെ പൊന്നു ഇടേ, ഹ്യൂഗ് ജാക്ക്മാൻ കഴിഞ്ഞാൽ വേറെ വൂൾവറൈൻ ആവാനുള്ളത് ഒരുത്തൻ ഇതിൻ്റെ അകത്തുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങൾ എന്നൊരു പൊക്കണുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, ഇപ്പം ഈ ഫാൻ സർവീസ് ആയിരുന്നു, മൊത്തം പടം ഫാൻ സർവീസാണ്. അത് പക്ക ഒരു ഫാൻസിന് എന്തായിരുന്നു വേണ്ടിയിരുന്നത് ആ സാധനം അവർ അതുപോലെ തന്നിട്ടുണ്ട്. എവ്രിതിങ്. ഇപ്പോൾ ഞാൻ പറയും, ഓരോ ആൾക്കാർ ട്വിറ്ററിലിടുന്നതാണെങ്കിൽ ചില വളരെ കോമിക് ഗീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിരുന്ന് അവരെ പോഡ്കാസ്റ്റിലൊക്കെ പറയുന്ന സാധനത്തിനെയൊക്കെ അവർ കേട്ട് അങ്ങനെ എഴുതിയ ഒരു സ്ക്രിപ്റ്റും അയ്യോ ഗംഭീരം. അവസാനമൊക്കെ ഞാൻ പറയും ഒരു ഫൺ പടം. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോയിലർ ടെറിട്ടറിയിലോട്ട് പോകും, പിന്നെ നിങ്ങളുടെ ഒരു ആസ്വാദനം പോകും. ബട്ട് ദിസ് വാസ് ഫാബ് മാൻ. എനിക്കിനി അറിയത്തില്ല, എനിക്കൊന്ന് ദിസ് ഇസ് ദ ലാസ്റ്റ് മൂവി ഓഫ് റയൻ റെയ്നോൾഡ്സ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഹ്യൂഗ് ജാക്ക്മാൻ എന്തായാലും വരില്ല. ദിസ് വാസ് ലൈക്ക് ദിസ് ലാസ്റ്റ് മൂവി. ആൻഡ് ഐ തിങ്ക് റയൻ റെയ്നോൾഡ്സിൻ്റെയും ലാസ്റ്റ് പടമാണെന്ന് ആസ് ഡെഡ്പൂൾ. അല്ലെങ്കിൽ ഡെഡ്പൂളിന് ഉള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ക്യാമിയോ പോലെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നൊരു സീനും ഉണ്ട്. ആൻഡ് ഞാൻ പറയും ഡെഡ്പൂളിൽ ഞാൻ പറയും ഒരു വളരെ ഒരു അണ്ടർഡോഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ മീൻ ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് മെയിൻ സ്ട്രീം. നമുക്ക് മറ്റേ ഈ വലിയ വലിയ പേരുകൾ എടുത്ത് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറല്ല. പക്ഷേ ഇപ്പം ആസ് ഒരു MCU അല്ലെങ്കിൽ ഒരു മൂവി ലവറിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ടോണി സ്റ്റാർക്ക്, സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഡെഡ്പൂളും ആ ഒരു ലെവലിൽ എത്തിച്ചത് സത്യം പറഞ്ഞാൽ റയൻ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യനാണ്. ഹീ വാസ് പെർഫെക്റ്റ്. ഐ ഡോണ്ട് നോ, അത് ഈ റയൻ റെയ്നോൾഡ്സിൻ്റെ ഇനി പാടാണ്. ഡെഡ്പൂളായിട്ട് ആർക്കും ചെയ്യാം, ബിക്കോസ് മാസ്കിൻ്റെ അണ്ടർ ഇരുന്നിട്ട് മറ്റേ വിടുവായ്ത്തരം പറയുക എന്നുള്ളതാണ്. പക്ഷേ പുള്ളി കൊണ്ടുവരുന്നൊരു സ്വാഗ് ഉണ്ട് ആസ് എ ഡെഡ്പൂൾ, അത് പൊളിയായിരുന്നു. അതുപോലെ തന്നെ ഹ്യൂഗ് ജാക്ക്മാൻ, ഞാൻ മിസ് ചെയ്യും ഇവിടെ ഈ രണ്ടെണ്ണത്തിനെയും. പിന്നെ താങ്ക് യു സോ മച്ച് ഡിസ്നി ഫോർ ഗിവിങ് അസ് ദിസ് മൂവി. 20th Century Foxന് ഇതുപോലത്തെ ഒരു ഗംഭീര ട്രിബ്യൂട്ട് ഐ ഡോണ്ട് തിങ്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. അത്ര ഗംഭീരമായിരുന്നു. കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിനെ പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ക്യാമിയോസ് വയ്ക്കുന്നത് കാശുണ്ടാക്കാൻ. ഒരിക്കലും അല്ല. നിങ്ങളൊരു കോമിക് ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന ടൈറ്റിലിൽ ബാറ്റ്മാനെന്നും സ്പൈഡർമാനൊക്കെ ആയിരിക്കും. പക്ഷേ ആ കോമിക് ബുക്കിൻ്റെ അകത്ത് പല ആൾക്കാർ വരും വന്നു പോവും. അതുണ്ട്. ഇപ്പോൾ ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമിക്കിൽ അതിൽ ചില സ്ഥലത്തൊക്കെ എല്ലാ വില്ലന്മാരും വരും, ചില സ്ഥലത്ത് എല്ലാ വില്ലന്മാരും വരും, ചിലപ്പോൾ സൂപ്പർമാൻ വരും, ചിലപ്പം വേറെ ആരെങ്കിലും വരും. അങ്ങനെയാണ്. ഗ്രീൻ ആരോ വരും. ദാറ്റ്സ് ഹൗ കോമിക് ബുക്സ് ആർ. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിലോട്ട് നിങ്ങൾക്കൊരു ഇതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കുറേ എണ്ണം വന്ന് പറയാം അത് മറ്റേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ക്യാമിയോ ഉണ്ടാക്കണമെന്ന്. ഒരിക്കലും അല്ല. ഇതുപോലെ ആയിരിക്കണം. എല്ലാ കോമിക് ബുക്ക് സിനിമയും ഇതുപോലെ ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് എ കൊളാബറേഷൻ വിത്ത് ലോട്ട് ഓഫ് അതർ ഹീറോസ് ഓൾസോ. അപ്പോൾ അതാണ് എനിക്ക് അത്രയ്ക്കും ഇത് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്പൈഡർമാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതിൻ്റെ റീസണും അത് തന്നെയാണ്. ഇപ്പോഴും DC-ക്ക് പച്ച പിടിക്കാൻ പോകാത്തത് അതാണ്. ഒറ്റ പടം എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ കാണും, ഒരു വില്ലൻ കാണും, അതിൽ വേറെ ആരും വരാനൊന്നുമില്ല. അപ്പം നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അത് നമ്മൾ കോമിക് ബുക്ക് വായിക്കുമ്പോഴും ഓരോരോ പുതിയ ഈ ഉള്ള ഹീറോസൊക്കെ ഇതിലോട്ട് വരുന്ന സമയത്തുള്ള നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും പടം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ കിടിലം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആക്ഷൻ സീക്വൻസസ് കുറച്ച് ഞാൻ പറയാം. ടൈറ്റിൽ ഒരു കാറിലെ ഫൈറ്റ്, അവസാനത്തെ ഫൈറ്റ്, ഫാൻ സർവീസ് അടേ അയ്യോ ഗംഭീരം. ഞാൻ പിന്നെ കുറേ ഉണ്ടെന്ന് ഇവ മാർവൽ ഫാനാണ് കേട്ടോ. അവൻ DC ആരുടെ ഇതിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ ഞാൻ കോമിക് ബുക്ക് ഫാനാണ്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എന്തും വായിക്കും. DC-യുടെ ആണെങ്കിലും വായിക്കും, മാർവലിൻ്റെ ആണെങ്കിലും വായിക്കും. ഐ ലവ് കോമിക് ബുക്ക് ആസ് ഹോൾ. ഞാൻ വായിച്ച് വളർന്നത് വെറുതെ DC മാത്രമല്ല, മാർവലിൻ്റെ കോമിക്സും DC-യുടെ കോമിക്സും ഒരേ സമയം വായിച്ച് ഇപ്പം ഞാൻ പറയാം എനിക്ക് എന്തെങ്കിലും പിക്ടോറിയൽ രീതിയിലുള്ള കോമിക് സ്ട്രിപ്സ് ആയിട്ടുള്ള എന്തും ഞാൻ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗ്രാഫിക് നോവൽ. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ അങ്ങനെ സെഗ്മെൻറ്റ് ചെയ്തത്. എനിക്ക് അത് ഞാൻ പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ വെറുതെ കൊണ അടിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്കൊക്കെ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? എന്തിനാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഒബ്വിയസ്ലി 2 ദിവസമായി എല്ലാ എണ്ണവും കണ്ട് കഴിഞ്ഞാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പൊളി പടമായിരുന്നു. ഇതിനി മൾട്ടിപ്പിൾ പ്രാവശ്യം കാണാനുള്ളൊരു സിനിമയാണ് കേട്ടോ. അതായത്
അങ്ങനെ വളരെ റെയറായിട്ട് സൂപ്പർ ഹീറോ പടങ്ങൾ വരത്തുള്ളൂ. ഇതൊരു ഫോർഗെറ്റബിൾ പടമല്ല, ഇത് നമുക്കിങ്ങനെ കണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഡെഡ്പൂൾ 1 എനിക്ക് ഡെഡ്പൂൾ 2-നേയും കാട്ടിലും ഐ ലൈക്ക് ദിസ് വൺ വേ ബെറ്റർ എന്ന് പേഴ്സണലി എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. ആൻഡ് ഐ ലവ് ദിസ് മൂവി. ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഗൈസ്? താഴെ വരിക, ലെറ്റ് മീ നോ. ആൻഡ് ബൈ ഗൈസ്, ബൈ.